ഹലോ കൂട്ടുകാരെ, എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സുഖത്തോടെയും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്നതേ നമ്മുടെ ഒക്കെ കൂടെ തന്നെ ഊണിലും ഉറക്കത്തിലും ഉണ്ടാകുന്ന ഒരാളെ പറ്റിയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരാൾ ആരാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളത്? ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ ഈ ആൾ തന്നെയായിരിക്കും ഊണിലും ഉറക്കത്തിലും ഒക്കെ കൂടെ ഉണ്ടാവുന്നത്. അത് മറ്റാരും അല്ല കേട്ടോ, നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫോൺ തന്നെയാണ്. ഫോൺ അത്ര നിസ്സാരക്കാരനൊന്നും അല്ല കേട്ടോ. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോണിന് ദോഷങ്ങളുമുണ്ട് ഗുണങ്ങളുമുണ്ട്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? മനുഷ്യരെ ഒറ്റപ്പെടുത്തുന്നതും ഈ ഫോണാണ്, ഒറ്റപ്പെട്ടിരിക്കുന്നവർക്ക് കൂട്ടാകുന്നതും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫോൺ തന്നെയാണ്. സത്യമല്ലേ? കാരണം ഈ ഫോൺ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കത്തില്ല, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കത്തില്ല. നമ്മൾ ഈ ഫോണിൽ തന്നെ ഇങ്ങനെ മുഴുകിയിരുന്നു പോകും. അതൊരു വശം. പിന്നെ മറുവശം എന്ന് പറയുന്നത് നമുക്ക് മറ്റാരെയും ആശ്രയിക്കാതെ സമയം ചെലവഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിയിരുന്നാലും സമയം പോകുന്നത് ആരും അറിയില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ നമുക്ക് ഒരു തുണയാവുന്നത് ഒരു ഫോൺ തന്നെയാണ്. പക്ഷേ ഈ ഫോൺ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളെ ഒന്നും ശ്രദ്ധിക്കാറേ പോകത്തില്ല. നമ്മൾ അതിൽ തന്നെയായിരിക്കും നമ്മുടെ ശ്രദ്ധ ഫുള്ളിങ്ങനെ കൊടുത്തിരിക്കുന്നത്, അല്ലേ? അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇവനെ കൊണ്ടുള്ളത്. അതായത് എന്നേക്കുമായിട്ട് പല ബന്ധങ്ങളെയും ഇല്ലാതാക്കുന്നതും ഈ ഫോണാണ്. എന്നാൽ അകന്നിരിക്കുന്ന പലരെയും ഒരിക്കലും പിരിയാൻ കഴിയാത്ത വിധം അടുപ്പിക്കുന്നതും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫോൺ തന്നെയാണ്. സത്യമല്ലേ? ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ വഴി ധാരാളം പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. ചിലതൊക്കെ വിവാഹത്തിൽ എത്തിച്ചേരുന്നുണ്ട്. മറ്റു പല രീതികളിൽ നമ്മൾ ന്യൂസിലൂടെയൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫോൺ കൊണ്ട് അങ്ങനെ ഒരു ദോഷവശവും ഉണ്ട്, അല്ലേ? പല ബന്ധങ്ങളും അവിടെ ഇല്ലാതാവുന്നുണ്ട്. ഈ ഫോൺ കാരണം നമ്മൾ പല രീതിയിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പം ആളെ എത്ര നിസ്സാരക്കാരനായി ഒന്നും കാണണ്ട. നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എങ്കിൽ ആൾ കുറച്ച് പ്രശ്നക്കാരൻ തന്നെയാണ്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത്. നിങ്ങൾക്ക് ഇതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കൂ. ബി ഹാപ്പി.